സാധാരണക്കാരൻ്റെ ടേംസിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏത് ബിസിനസ് സ്ട്രക്ചറായിരിക്കും കുറച്ച് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നത്? അതായത് പ്രൊപ്രിയേറ്റർഷിപ്പാണോ, പാർട്ട്ണർഷിപ്പാണോ? അങ്ങനെ നോക്കുമ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ ഏതാണ്? ദ ബിസിനസ് മാൻ ഈസ് നോട്ട് ടു ഡു എവറിത്തിങ്. ബിസിനസ് മാൻ അവരുടെ ബിസിനസ് എന്താണോ അല്ലെങ്കിൽ അവരുടെ ഏരിയ ഓഫ് എക്സ്പെർട്ടൈസ് എന്താണോ അതിൽ വേണം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്ക് സ്ഥിരമായി കേൾക്കാറുള്ള ഒരു ചോദ്യമാണിത്. ഇപ്പോൾ പുതുതായിട്ട് ബിസിനസ് തുടങ്ങുന്ന പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഇപ്പോൾ കറണ്ട് അക്കൗണ്ട് തുടങ്ങുമ്പോൾ ഏറ്റവും കുറവ് മിനിമം ബാലൻസ് വേണ്ട ബാങ്ക്സ് ഏതൊക്കെയാണ് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവാറുണ്ടല്ലോ. ഒരു പ്രോഡക്റ്റ് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു എൻ്റർപ്രണർ അല്ലെങ്കിൽ ഒരു ബിസിനസ് എൻറ്റിറ്റി സെല്ല് ചെയ്യുമ്പോൾ അവിടെ കളക്ട് ചെയ്യുന്ന ടാക്സാണ് GST എന്ന് പറയുന്നത്. ഇപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഗുഡ്സ് ആയാലും സർവീസ് ആയാലും GST കളക്ട് ചെയ്യണം. നമസ്കാരം, പൂർവ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് KJ അജിത് സാറാണ്. സാർ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. 10 years ആയിട്ട് കൊച്ചി ആൻഡ് ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള KJ അജിത് ആൻഡ് അസോസിയേറ്റ്സ് എന്നുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കമ്പനിയുടെ ഹെഡാണ്. നമസ്കാരം സാർ, വെൽക്കം ടു പൂർവ പോഡ്കാസ്റ്റ്. സാധാരണക്കാരൻ്റെ ടേംസിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏത് ബിസിനസ് സ്ട്രക്ചറായിരിക്കും കുറച്ച് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നത്? അതായത് പ്രൊപ്രിയേറ്റർഷിപ്പാണോ, പാർട്ട്ണർഷിപ്പാണോ? അങ്ങനെ നോക്കുമ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ ഏതാണ്? ഓക്കെ, നമുക്ക് സ്ഥിരമായി കേൾക്കാറുള്ള ഒരു ചോദ്യമാണിത്. അതായത് ഒരു ചെറിയ ബിസിനസ് അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾ ഏത് ഫോർമാറ്റിലാണ് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഒരു പ്രൊപ്രൈറ്റർഷിപ്പ് വേണോ, പാർട്ട്ണർഷിപ്പ് വേണോ, അതോ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആക്കി ഫോം ചെയ്യണോ എന്നുള്ളത് ഇത് സാധാരണയായിട്ടുള്ള എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്. അപ്പോൾ ഇന്ത്യയിൽ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്ന മെയിൻലി ഒരു 4 ഫോർമാറ്റാണുള്ളത്. അതിലൊന്ന് സോൾ പ്രൊപ്രൈറ്റർഷിപ്പാണ്, 2 പാർട്ട്ണർഷിപ്പാണ്, 3 LLP, 4 പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. പിന്നെ ഒരു ബിഗർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു പബ്ലിക് ഫണ്ട് ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ളത് പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആ രീതിയിലേക്കും ഫോർമാറ്റുകൾ പോകാറുണ്ട്. പക്ഷേ മെയിൻലി ഒരു ചെറിയ ബിസിനസ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഈ 4 ഫോർമാറ്റാണുള്ളത്. ഇതിൽ ഓരോ ഫോർമാറ്റിനും അതിൻ്റേതായ അഡ്വാൻറ്റേജസും ഉണ്ട്, അതിൻ്റേതായ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ ഏത് ഫോർമാറ്റിൽ നമ്മൾ സ്ട്രക്ചർ ചെയ്യണം എന്നുള്ളത് ഈ ബിസിനസ് ചെയ്യുന്ന എൻ്റർപ്രണർ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്, അവരുടെ ഒരു ഗ്രോത്ത് പ്ലാൻ എന്താണ്, ഗ്രോത്ത് സ്ട്രാറ്റജി എന്താണ്, അങ്ങനെ പല ഫാക്ടേഴ്സിനെ അഫക്റ്റ് ചെയ്തിരിക്കും. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ പ്രൊപ്രൈറ്റർ ആയിരിക്കും, ഒരു സിംഗിൾ ഓണർ ഇനിഷ്യേറ്റ് ചെയ്ത് തുടങ്ങുന്ന ബിസിനസ്സാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പോൾ ദർ ഇസ് നോ സെപ്പറേറ്റ് ബിസിനസ് എക്സിസ്റ്റൻസ്. അതായത് ബിസിനസ്സിനും ഈ പ്രൊപ്രൈറ്റർഷിപ്പും ആയിട്ട് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഇല്ല. ഈ പ്രൊപ്രൈറ്റർ തന്നെയാണ് ബിസിനസ്, ബിസിനസ് തന്നെയാണ് പ്രൊപ്രൈറ്റർ. അപ്പോൾ പ്രൊപ്രൈറ്ററുടെ പാൻ കാർഡ് ആയിരിക്കും അവരുടെ എല്ലാ രജിസ്ട്രേഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ബിസിനസ്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു പാൻ കാർഡോ വേറെ രജിസ്ട്രേഷനോ ഉണ്ടാവില്ല. പക്ഷേ അതിൻ്റെ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ അത് സിംഗിൾ ഓൺഡാണ്, ഒരാൾക്കേ അതിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ബാക്കി എല്ലാ ഫോർമാറ്റ്സും ഒന്നിൽ കൂടുതൽ ഓണേഴ്സ്, ഒന്നിൽ കൂടുതൽ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഫോർമാറ്റ്സാണ് പാർട്ട്ണർഷിപ്പ്, LLP, പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിങ്ങനെയുള്ളത്. ഇതിൽ പാർട്ട്ണർഷിപ്പാണ് കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള ഒരു ഫോർമാറ്റ്. മൾട്ടിപ്പിൾ ഓണേഴ്സ് ഉള്ള, മോർ ദാൻ 1 ഓണേഴ്സ് ഉള്ളതിൽ പാർട്ട്ണർഷിപ്പാണ് കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള ഫോർമാറ്റ്. സോ അവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ പാർട്ട്നേഴ്സ് ദേ ജോയിൻ ടുഗദർ, അവരൊരു എഗ്രിമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ദേ വിൽ ഷെയർ ദ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ്. അവർ ബിസിനസ് ചെയ്തുകൊണ്ടാകുന്ന പ്രോഫിറ്റ്സും ലോസും അവർ ഒരു റേഷ്യോയിൽ ഷെയർ ചെയ്യും എന്നൊരു എഗ്രിമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് അതിൻ്റെ പേരിൽ ഒരു പാൻ കാർഡ് എടുത്ത് ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിനാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഞാനൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ കാര്യങ്ങൾ പറയാം. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻറ്റ് സ്ട്രക്ചറാണ്. ഇപ്പോൾ പാർട്ട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സ് തന്നെയാണ് മാനേജ്മെൻറ്റ്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ കമ്പനി സ്ട്രക്ചറിൽ വരുമ്പോൾ മാനേജ്മെൻറ്റ് ഈസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഡയറക്ടർ ബോർഡാണ് ഡിസിഷൻസ് എടുക്കുന്നതും കമ്പനീനെ റൺ ചെയ്യുന്നതും. ഷെയർ ഹോൾഡേഴ്സ് എന്നുള്ളത് സെപ്പറേറ്റ് ഓണർഷിപ്പാണ്. അതായത് ഓണർഷിപ്പും മാനേജ്മെൻറ്റും സെപ്പറേറ്റ് ആണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ. പക്ഷേ പാർട്ട്ണർഷിപ്പിൽ ഇത് ഒരുമിച്ചായിരിക്കും. പാർട്ട്നേഴ്സ് തന്നെയായിരിക്കും ഓണേഴ്സും ഷെയർ ഹോൾഡേഴ്സും. ഓണേഴ്സും ഡിസിഷൻ മേക്കേഴ്സും പാർട്ട്നേഴ്സ് തന്നെയായിരിക്കും. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ ഇത് മാനേജ്മെൻറ്റും ഓണർഷിപ്പ് സെപ്പറേറ്റ് ആണ്. പ്ലസ് പാർട്ട്ണർഷിപ്പ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ ഒരു അഡ്വാൻറ്റേജ് വരുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ളൊരു അഡ്വാൻറ്റേജ് വരും. അപ്പോൾ ലിമിറ്റഡ് ലയബിലിറ്റി അത് പലർക്കും ഒരു സംശയം ഉണ്ടാകുന്നതാണ്, എന്താണ് ഈ ലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ളൊരു ഇത്. ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഒരു ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ അതൊരു ഇൻഷുറൻസ് പോലെ പ്രവർത്തിക്കും.
അപ്പോൾ ഇൻ കേസ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ആ ബിസിനസ് ഒരു ബിഗ്ഗർ ലോസിലേക്ക് വന്നു, അല്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ അസറ്റ്സ് കൊണ്ട് തീർക്കാൻ പറ്റാത്ത അത്രയും ഒരു ലോസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് എ ലിമിറ്റഡ് കമ്പനി, ഒരു ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള കമ്പനിയാണെങ്കിൽ ഈ പ്രൊമോട്ടേഴ്സിൻ്റെ പേഴ്സണൽ അസറ്റ്സിനെ അത് ബാധിക്കില്ല. സോ ദെയർ ലയബിലിറ്റി ഈസ് ഓൺലി ലിമിറ്റഡ് ടു വാട്ട് ദേ ഹാവ് ഓൾറെഡി ഇൻവെസ്റ്റഡ്. അവരുടെ പേഴ്സണൽ അസറ്റ്സോ അവരുടെ വീടോ അവരുടെ പേഴ്സണൽ ബിലോങ്ങിങ്സോ ഒന്നും ഈ കമ്പനിയിലേക്ക് കൊണ്ടുവന്ന് ലോസ് സെറ്റ് ഓഫ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ അതേസമയം പാർട്ട്ണർഷിപ്പ്, നോർമൽ പാർട്ട്ണർഷിപ്പിലാണെങ്കിൽ ഇത് അങ്ങനെയല്ല സ്ട്രക്ചർ. അപ്പം അവിടെ അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. ഇൻ കേസ് ഒരു പാർട്ട്ണർഷിപ്പിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ആ ബിസിനസ് ഒരു ബിഗ്ഗർ ലോസിലുണ്ടാക്കി, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു കോമ്പൻസേഷനോ അങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ ഹ്യൂജ് ലോസ് ഫോർ ദ കമ്പനി. സോ ആ സമയത്ത് ഈ പാർട്ട്നേഴ്സ് അവർ പാർട്ട്ണർഷിപ്പിൻ്റെ അസറ്റ്സ് വെച്ച് ഈ ലയബിലിറ്റീസ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ പേഴ്സണൽ അസറ്റ്സ് വെച്ചിട്ടായാലും ക്ലിയർ ചെയ്യേണ്ടി വരും. സോ അതാണ് ഈ അൺലിമിറ്റഡ് ലയബിലിറ്റി, ലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ള ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഈ ലിമിറ്റഡ് ലയബിലിറ്റി അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടണമെങ്കിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിലാണ് പറ്റുകയുള്ളൂ. പക്ഷേ ഈ ഫോംസ് അഡ്വാൻസ്ഡായി പോകും തോറും അതിൻ്റെ ഉള്ള പ്രൊസീജിയർ കംപ്ലയൻസസ് അഡ്വാൻസ്ഡ് ആയിട്ട് മാറും. സോ ഒരു പാർട്ട്ണർഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന പോലെ നമുക്കൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിന് എല്ലാ വർഷവും പ്രോപ്പറായിട്ട് ഓഡിറ്റിംഗ്, കമ്പൽസറി ഓഡിറ്റിംഗ് ആണ്. ഇറസ്പെക്റ്റീവ് ഓഫ് നമുക്ക് റവന്യൂ ഉണ്ടോ ഇല്ലയോ, ബിസിനസ് ഉണ്ടോ ഇല്ലെങ്കിലും കമ്പൽസറി ഓഡിറ്റ് ചെയ്ത് ഫയൽ ചെയ്യണം. അത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിലാണ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനത്തെ പ്രൊസീജിയർ, അതല്ലാതെ തന്നെ ഇയർലി നമ്മൾ ഫയൽ ചെയ്യേണ്ട വേരിയസ് ഫോംസ് ഉണ്ട്. അപ്പോൾ പ്രൊസീജിയർ ഫോർമാലിറ്റീസ് കൂടുതലാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ. പക്ഷേ പാർട്ട്ണർഷിപ്പിൽ സിമ്പിളാണ്. പക്ഷേ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലെ അഡ്വാൻറ്റേജസ് ലൈക്ക് ലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ള അഡ്വാൻറ്റേജ് വരും. ഒരു ടാക്സ് റേറ്റ് കുറവാണ്. പ്ലസ് ഒരു ഓപ്പൺ പബ്ലിക് അല്ലെങ്കിൽ ഒരു പുറത്ത് നോക്കുമ്പോൾ ക്രെഡിബിലിറ്റി കൂടുതലുണ്ട്. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളൊരു ടാഗ് ലൈൻ കിട്ടും, അതിനൊരു ക്രെഡിബിലിറ്റി കൂടുതലുണ്ട്. പിന്നെ ഒരു ഗ്രോത്ത് പ്രോസ്പെക്ട്സിൽ നോക്കുമ്പോൾ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ അട്രാക്റ്റ് ചെയ്യണം. ആ രീതിയിലേക്ക് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ എപ്പോഴും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിരിക്കും കൂടുതൽ നല്ലത്. ഷെയർസ് ഡൈല്യൂട്ട് ചെയ്യാനും ഇൻവെസ്റ്റ്മെൻറ്റ്സ് അട്രാക്റ്റ് ചെയ്യാനും ഒക്കെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിരിക്കും നല്ലത്. ഇനി ഒരു ഫോർമാറ്റ് കൂടെ ഉള്ളത് നമ്മൾ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്നുള്ളൊരു ഫോർമാറ്റുണ്ട്, LLP. അത് റിസെൻ്റ്ലി ഇൻ ദ സെൻസ് ഒരു 2008 എമർജ് ചെയ്ത ഒരു കൺസെപ്റ്റാണ്. അത് എമർജ് ചെയ്തപ്പോൾ വന്നൊരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് കംസ് വിത്ത് ദ അഡ്വാൻറ്റേജസ് ഓഫ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ബട്ട് ദ സിംപ്ലിസിറ്റി ഓഫ് പാർട്ട്ണർഷിപ്പ് ഫ്രെയിം. അങ്ങനെ ഒരു ഇതിലാണ് ഇത് വന്നത്. അതായത് പാർട്ട്ണർഷിപ്പ് ഫ്രെയിമിൻ്റെ സിംപ്ലിസിറ്റിയും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ അഡ്വാൻറ്റേജസും ചേർന്നിട്ടാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്നുള്ള ഒരു ഫോർമാറ്റ് വന്നത്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ നോക്കുമ്പോൾ അതിൻ്റെ ഒരു റെലവൻസ് വളരെ കുറവാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു LLP ആണെങ്കിൽ പോലും നമ്മൾ ഈ ROC കംപ്ലയൻസസ് എൻഷുർ ചെയ്ത് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ട് സഹായം ഇല്ലാണ്ട് ചെയ്തു പോവുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആനുവലി അതിൻ്റെ കംപ്ലയൻസ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എല്ലാം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ചെയ്യുന്ന പോലെ തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രൊസീജിയർ കംപ്ലയൻസ് അത്രയും ഉണ്ടെങ്കിൽ എപ്പോഴും ഏറ്റവും ബെറ്റർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തന്നെയാണ് നമ്മൾ എടുക്കുന്നതാണ് നല്ലത്. പിന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ടാക്സ് റേറ്റ് കുറവാണ് കമ്പയർഡ് ടു പാർട്ട്ണർഷിപ്സിന് 30% പ്ലസ് ടാക്സ് റേറ്റ്സ് വരും. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് 25% ഒക്കെയാണ് ടാക്സ് റേറ്റ്സ് വരുന്നത്. സോ നമ്മൾ ഏത് ഫോം ചൂസ് ചെയ്യണം എന്നുള്ളത്, നമ്മൾ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്, നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഗ്രോത്ത് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നത്, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അട്രാക്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ, നമുക്കൊരു ലോസിൻ്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്, നമ്മൾ എത്ര ഓണേഴ്സാണ്, ഇങ്ങനെ പല ഫാക്ടേഴ്സിനെ ഡിഫൈൻ ചെയ്ത് വയ്ക്കും. അപ്പം സർ, ഇപ്പോൾ ഒരു ഓൺട്രപ്രണർ ബിസിനസ് തുടങ്ങുമ്പോൾ അതിൽ എന്തൊക്കെ ലീഗൽ രജിസ്ട്രേഷൻസ് ആണ് അവർ എടുക്കേണ്ടി വരുന്നത്? ഫോർ എക്സാമ്പിൾ ഇപ്പം GST, MSME അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പം ഏതൊക്കെ ലീഗൽ രജിസ്ട്രേഷൻസ് ആണ് അവർക്ക് എടുക്കേണ്ടി വരിക? ഈ ലീഗൽ രജിസ്ട്രേഷൻസും ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ നേച്ചർ ഓഫ് ബിസിനസ്സിനെ അനുസരിച്ചാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ജനറലി പറയുവാണെങ്കിൽ ഏത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ബിസിനസ് ഇൻകോപ്പറേറ്റ് ചെയ്യണം. ലൈക്ക് പാർട്ട്ണർഷിപ്പ്, പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലെങ്കിൽ പ്രൊപ്പറേറ്റർഷിപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അതിന് നമുക്ക് കിട്ടുന്ന ഒരു രജിസ്ട്രേഷനാണ്, ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെങ്കിൽ ഒരു കമ്പനി ഇൻകോപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും, പ്ലസ് ഒരു പാൻ കാർഡ് കിട്ടും. ഈ പാൻ കാർഡും കമ്പനി ഇൻകോപ്പറേഷൻ സർട്ടിഫിക്കറ്റുമാണ് അവരുടെ ബേസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ഇത് വെച്ചിട്ട് വേണം ബാക്കി എല്ലാ രജിസ്ട്രേഷൻസും കാര്യങ്ങളും ചെയ്യാനായിട്ട്. പിന്നെ എന്ത് രജിസ്ട്രേഷൻ എടുക്കണം എന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ടൈപ്പ് ഓഫ് ബിസിനസ് ദേ ആർ ഇൻ ടു.
പിന്നെ ഹൗ മച്ച് വോളിയം ദേ ആർ ഡൂയിങ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു GST രജിസ്ട്രേഷൻ കമ്പൽസറി ആണോ എന്ന് ചോദിച്ചാൽ അത് ഒരു 20 ലക്ഷത്തിന് മേളിൽ ടേൺ ഓവറുള്ള സർവീസ് ഓറിയൻറ്റഡ് സ്ഥാപനങ്ങളാണെങ്കിൽ അവർക്ക് GST കമ്പൽസറിയാണ്. ഇറ്റ് മീൻസ് 20 ലക്ഷം വരെ GST ഇല്ലാണ്ടും ബിസിനസ് ചെയ്യാം. അപ്പം ഗുഡ്സ് ആണെങ്കിൽ 40 ലക്ഷം വരെ GST ഇല്ലാണ്ട് ബിസിനസ് ചെയ്യാം. 40 ലക്ഷത്തിന് മേളിൽ ടേൺ ഓവർ വരുന്നുണ്ടെങ്കിൽ മാത്രം GST രജിസ്ട്രേഷൻ എടുത്താൽ മതി. അതുപോലെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് അല്ലെങ്കിൽ അങ്ങനത്തെ രജിസ്ട്രേഷൻസ് എടുത്താൽ മതി. പിന്നെ നേച്ചർ ഓഫ് ബിസിനസ് അനുസരിച്ച് ലൈക്ക് ഫുഡ് ഇൻഡസ്ട്രി ആണെങ്കിൽ FSSAI, അല്ലെങ്കിൽ ഇപ്പോൾ സ്പൈസസ് റിലേറ്റഡ് ആണെങ്കിൽ സ്പൈസസ് ബോർഡ്, വേറെ ഇപ്പം ഡ്രഗ്സ് അല്ലെങ്കിൽ മെഡിസിൻസ് റിലേറ്റഡ് ആണ് ഡ്രഗ്സ് കൺട്രോൾ, അങ്ങനെ പല പല രജിസ്ട്രേഷൻസ് വേറെയുണ്ട്. അപ്പോൾ ഇപ്പം അഗ്രികൾച്ചർ പ്രൊഡ്യൂട്ട് ആണെങ്കിൽ അപ്പേഡ, അല്ലെങ്കിൽ ഇതെല്ലാം എന്താണ് നേച്ചർ ഓഫ് ബിസിനസ് അതിനനുസരിച്ച് ആ രജിസ്ട്രേഷൻസ് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. കൂടുതൽ ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണ്, അതായത് ഇപ്പോൾ GST ആൻഡ് MSME ഇപ്പോൾ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്താ അതിൻ്റെ ഡിഫറൻസ് അതൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ പറ്റും? GSTയും MSME ആയിട്ട് നമുക്ക് അതൊരു ഡിഫറൻസ് എന്ന് പറയാൻ പറ്റില്ല. എൻറ്റയർലി നമുക്കൊരു കമ്പയറബിൾ അല്ല രണ്ടും. GST എന്ന് പറയുന്നത് ഒരു ഗുഡ്സ് ആൻഡ് അസറ്റ് സെയിൽസ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു എൻ്റർപ്രണർ അല്ലെങ്കിൽ ഒരു ബിസിനസ് എൻറ്റിറ്റി സെല്ല് ചെയ്യുമ്പോൾ അവിടെ കളക്ട് ചെയ്യുന്ന ടാക്സാണ് GST എന്ന് പറയുന്നത്. ഇപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഗുഡ്സ് ആയാലും സർവീസ് ആയാലും GST കളക്ട് ചെയ്യണം. സോ അത് നേരത്തെ പറഞ്ഞ പോലെ 20 lakhsന് താഴെയാണെങ്കിൽ ഇപ്പോൾ സർവീസുകൾക്ക് എക്സംപ്റ്റഡ് ആണ്. 20 lakhsന് മേളിലാണെങ്കിൽ മാത്രം സർവീസ് ഓറിയൻറ്റഡ് സ്ഥാപനങ്ങൾ GST രജിസ്ട്രേഷൻ എടുത്ത് GST കളക്ട് ചെയ്താൽ മതി. 40 lakhsന് മേളിലാണെങ്കിൽ ഗുഡ്സ് ട്രേഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളും ഇത് ചെയ്താൽ മതി. അപ്പോൾ അതിന് താഴെയുള്ളവർ GST എടുക്കേണ്ട ആവശ്യമേ ഇല്ല, ലീഗലി ആവശ്യമില്ല. പക്ഷേ ചില ബിസിനസ് സന്ദർഭങ്ങളിൽ അവർക്ക് GST ഉണ്ടെങ്കിൽ ചില വർക്ക് ഓർഡറുകൾ കിട്ടൂ എന്നൊക്കെ ഉള്ളപ്പോൾ അവർ വോളണ്ടറി എടുക്കുന്നവരും ഉണ്ട്. അപ്പം അല്ലാത്ത കേസുകളെല്ലാം ഈ ലിമിറ്റ്സിന് താഴെയാണെങ്കിൽ GST എടുക്കേണ്ട, അതിന് മേളിലുണ്ടെങ്കിൽ മാത്രം GST രജിസ്ട്രേഷൻ എടുത്താൽ മതി. വൺസ് GST രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ GSTയുടെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഫോളോ ചെയ്ത് വേണം ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലൈക്ക് അതിന് ഒരു മന്ത്ലി റിട്ടേൺ ഫയലിംഗ് ഉണ്ട്. ഇപ്പം മന്ത്ലി 2 റിട്ടേൺ ഫയലിംഗ് ഉണ്ട്, GSTR 1 ആൻഡ് GSTR 3B. ഇതെല്ലാം ടൈമിൽ ചെയ്ത് പോകണം. സോ ഇതിൻ്റെയൊക്കെ നോൺ കംപ്ലയൻസസിന് ഫൈൻസ്, പെനാൽറ്റീസ്, ഇൻട്രസ്റ്റ് ഇതെല്ലാം വരുന്നതായിരിക്കും. ഇപ്പോൾ GST നമ്മൾ എല്ലാ മാസവും കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാം. MSME ഈസ് ഡിഫറെൻറ്റ്. MSME എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് എന്നാണ്. സോ ആ പേര് പറയുന്ന പോലെ തന്നെ മൈക്രോ അല്ലെങ്കിൽ സ്മോൾ അല്ലെങ്കിൽ മീഡിയം ചെറിയ കാറ്റഗറിയിലുള്ള ബിസിനസ്സുകളെ സെപ്പറേറ്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന രജിസ്ട്രേഷനാണ് MSME രജിസ്ട്രേഷൻ. റൈറ്റ് നൗ ഇപ്പോൾ ഉദ്യം എന്നാണ് അതിന് പറയുന്നത്. അതൊരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യം പോർട്ടലിൽ കയറിയിട്ട് നമുക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. MSME രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ ഗവൺമെൻറ് പറയുന്ന കുറച്ച് ആനുകൂല്യങ്ങളുണ്ട്. ചെറുകിട സംരംഭകർക്ക് കൊടുക്കുന്ന ചില ആനുകൂല്യങ്ങൾ, അത് നമുക്ക് കിട്ടണമെങ്കിൽ MSME രജിസ്ട്രേഷൻ എടുത്താലാണ് കിട്ടുള്ളൂ. ഇതിന് വേറെ പ്രത്യേകിച്ച് റിട്ടേൺ ഫയലിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. ആ രജിസ്ട്രേഷൻ എടുത്തിടുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ജനറലി ചെറിയ ബിസിനസ്സുകൾക്ക് എല്ലാവർക്കും MSME രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. MSME രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബെനിഫിറ്റ്സ് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്. അതും ഇൻഡസ്ട്രി സ്പെസിഫിക് ആണ്. ജനറലി പറയുവാണെങ്കിൽ ഇപ്പോൾ MSMEകൾക്ക് ഉള്ള റൂളാണ്. ഇപ്പം MSME ആയിട്ടുള്ള ഒരു സ്ഥാപനം ഒരു പാർട്ടിക്ക് ഒരു സെയിൽ അല്ലെങ്കിൽ സപ്ലൈ ചെയ്ത് അത് ക്രെഡിറ്റിൽ സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 45 ഡേയ്സിനുള്ളിൽ അതിൻ്റെ പേയ്മെൻറ്റ് ആ മേടിച്ച ആൾ കൊടുക്കണം എന്നുള്ളതാണ് നിയമം. അത് MSME ആണെങ്കിൽ ഇപ്പം MSME ആണെങ്കിൽ ഇതെന്തായാലും കൊടുത്തിരിക്കണം. ഇൻ കേസ് കൊടുത്തില്ലെങ്കിൽ അത് ലീഗൽ സ്യൂട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വിത്ത് ഇൻട്രസ്റ്റ് ആൻഡ് പെനാൽറ്റി മറ്റേ ആൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് ഈ MSMEകളുടെ ഈ ചെറുകിട സംരംഭകരുടെ ക്രെഡിറ്റ് സെയിൽസ് അല്ലെങ്കിൽ ബാഡ് ഡെപ്റ്റ്സ് കുറയ്ക്കാനും ഇതിനൊക്കെ ആയിട്ട് വളരെയധികം ഉപകാരപ്പെടും. അവരൊരു പോർട്ടൽ തന്നെ, ഒരു MSME സമാധാനം എന്നുള്ളൊരു പോർട്ടലുണ്ട്. അപ്പോൾ ആ പോർട്ടലിൽ കയറിയിട്ട് നമുക്ക് കിട്ടാത്ത നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ തരാത്ത കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസും ബിൽസും എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് കിട്ടാനുള്ള ഒരു ഇനിഷ്യേറ്റീവ്സ് കൂടെ ചെയ്തു തരും. അതുപോലെ തന്നെ പലതരം ലോൺസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ബാങ്ക് ലോൺസ് ഒക്കെ എടുക്കുമ്പോൾ MSMEകൾക്ക് കൊളാറ്ററൽ ഇല്ലാണ്ട്, അതായത് സെക്യൂരിറ്റി ഇല്ലാണ്ട് ലോൺസ് കിട്ടാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. പ്ലസ് ഇൻട്രസ്റ്റ് റേറ്റിന് നമുക്ക് MSMEകൾക്ക് ഒരു കൺസെഷൻസ് ഉണ്ട്. അങ്ങനെ പല അഡ്വാൻറ്റേജസ് MSMEകൾക്കുണ്ട്.
അപ്പോൾ അത് കുറച്ചുകൂടി അറിയണമെങ്കിൽ MSMEയുടെ പോർട്ടൽസിൽ നോക്കിയിട്ടുണ്ടെങ്കിലും പിന്നെ എല്ലാ വർഷവും ബജറ്റ്സിലും ഒക്കെ ആയിട്ട് കുറേ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് MSME റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ വളരെ കോമൺ ആയിട്ട് കേട്ട് വരുന്നത് നമ്മൾ പാഷൻ നമ്മളതൊരു ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യണു. അപ്പം പല വീട്ടമ്മമാരും വീട്ടിലിരുന്ന് കേക്ക് ബിസിനസ് അങ്ങനെ ഒരുപാട് ബിസിനസ് നടത്തുന്ന ഒരു കാലമാണ് ഇപ്പോൾ. അതുപോലെ തന്നെ കണ്ടുവരുന്നതാണ് ഇവരാരും ഇത് പലരും ഇത് രജിസ്റ്റർ ചെയ്യുന്നില്ല. ഉണ്ടെങ്കിൽ ഇനി പ്രോഫിറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു പേഴ്സണൽ അക്കൗണ്ടിലേക്ക് വന്ന് അങ്ങനെ തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. ഇതൊരു ശരിയായ രീതിയാണോ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അവർ ചെയ്യേണ്ടത്? ശരി അല്ല, അത് തികച്ചും ശരിയായ രീതിയല്ല. അതിലെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു ചെറിയ രീതിയിൽ ഒതുങ്ങിക്കൂടുമ്പോൾ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ളൊരു ബിസിനസ്സായിട്ട് റൺ ചെയ്യുമ്പോൾ അത് കുഴപ്പമില്ലാണ്ട് സ്മൂത്തായിട്ട് പോകുന്നു എന്നുള്ളതുകൊണ്ട് അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം അതിലൊരു ഇഷ്യൂ വരുമ്പോഴാണ് ഇതൊരു പ്രശ്നം വന്നത്. ഇപ്പോൾ വീട്ടമ്മമാർ കേക്ക് ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നു, അവരവരുടെ നെയ്ബറിങ് ഏരിയാസിൽ സെർവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന് സെർവ് ചെയ്യുന്നു. ഇതൊന്നും പ്രാക്ടിക്കലി പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ ഇൻ കേസ് ആ കേക്കിലൊരു കണ്ടാമിനേഷൻ വന്നു, അല്ലെങ്കിൽ ആ കേക്ക് ഒരു ഫുഡ് പോയ്സണിങ് വന്നു എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഇഷ്യൂ. സോ ആ സമയത്ത് ഇഷ്യൂ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പോയ്സൺ വന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഈ കണ്ടാമിനേഷൻ വന്നു എന്നുള്ളത് ഒരു ഇഷ്യൂ, അതിൻ്റെ ഇമ്പാക്ട്സ് വേറെ. രണ്ടാമത്തെ ഒരു ഇമ്പാക്ട്സ് എന്ന് പറഞ്ഞാൽ ദിസ് ബിസിനസ് ഈസ് റൺ വിത്തൗട്ട് എനി ലൈസൻസ്. അപ്പോൾ ആ ഇഷ്യൂ വരുമ്പോഴാണ് ഇത് വിത്തൗട്ട് എനി ലൈസൻസ്. നമ്മളിപ്പം പത്രത്തിൽ വായിക്കുമ്പോഴായാലും അല്ലെങ്കിൽ TV യിൽ കാണുമ്പോഴായാലും ഓരോ വാർത്തകൾ കാണുമ്പോൾ ഈ ബിസിനസ്സിൽ ലൈസൻസ് ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ കേൾക്കും. പക്ഷെ ഇത് അവിടെ ഒരു 5 വർഷമോ 10 വർഷമോ റൺ ചെയ്യുന്ന ബിസിനസ്സായിരിക്കും. അപ്പോൾ അത് നമ്മളൊരു ഇഷ്യൂ വരുമ്പോഴാണ് ഇതൊരു പബ്ലിക്കലി അങ്ങനെ ആവുന്നത്, ഇതൊരു ലൈസൻസ് ഇല്ലാണ്ട് റൺ ചെയ്തു എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് വലുതായിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പം കേക്ക് ഉണ്ടാക്കുന്ന അയാളൊരു FSSAI രജിസ്ട്രേഷൻ എടുത്ത് കേക്ക് ഉണ്ടാക്കി വിൽക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. അപ്പോൾ FSSAI രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ്സ് പാലിക്കണം. ഇപ്പോൾ കേക്ക് ഉണ്ടാക്കണേ അതിനൊരു സെപ്പറേറ്റ് റൂം, അല്ലെങ്കിൽ അതിനൊരു നമ്പർ, അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ റെഗുലേഷൻസ് പാലിച്ച് ഇത് ചെയ്യണം. അങ്ങനെ ഇനിഷ്യലി മുതൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. അറ്റ്ലീസ്റ്റ് ഒരു പാഷൻ എന്നുള്ളത് ഒരു ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴെങ്കിലും അവരത് ഒരു ഇതാക്കി ചെയ്യണം, ഒരു രജിസ്റ്റേർഡ് ആയിട്ടൊരു ഓർഗനൈസ്ഡ് ബിസിനസ്സായിട്ട് ചെയ്യണം. ഒരു കറണ്ട് അക്കൗണ്ട് എടുക്കാൻ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് സാർ നമുക്ക് വേണ്ടത്? കറണ്ട് അക്കൗണ്ട് ഇപ്പം നമുക്ക് ബാങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട്സിൽ മെയിനായിട്ട് 2 സെഗ്രിഗേഷനുള്ള, ഒന്ന് സേവിങ്സ് അക്കൗണ്ട്, ഒന്ന് കറണ്ട് അക്കൗണ്ട്. ആസ് ദ നെയിം സേസ്, സേവിങ്സ് അക്കൗണ്ട് ഈസ് ഫോർ നമ്മുടെ പേഴ്സണൽ സേവിങ്സിന് വേണ്ടിയിട്ടാണ്. ആൻഡ് കറണ്ട് അക്കൗണ്ട് ഈസ് ഫോർ ദ ബിസിനസ് ചെയ്യുമ്പോഴാണ് അതിന് കറണ്ട് അക്കൗണ്ടിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ ഈ കറണ്ട് അക്കൗണ്ട് എടുക്കാനായിട്ട് മേജർലി നമുക്ക് ഏത് ബാങ്ക് അക്കൗണ്ട് എടുക്കാനായാലും ഏറ്റവും ആദ്യം വേണ്ടത് ID പ്രൂഫും അഡ്രസ് പ്രൂഫുമാണ്. ID പ്രൂഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോട്ടോ ഉള്ള ഒരു ID പ്രൂഫ്, ഒരു അഡ്രസ്സ് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുള്ള അഡ്രസ് പ്രൂഫ്. ID പ്രൂഫിനായിട്ട് നമുക്ക് പാൻ കാർഡ് ഉപയോഗിക്കാം, നമ്മുടെ വോട്ടർ ഐഡൻറ്റിറ്റി കാർഡ് ഉപയോഗിക്കാം, ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിക്കാം. പിന്നെ അഡ്രസ് പ്രൂഫ് ഇതിലെല്ലാത്തിലും തന്നെ ഇതുണ്ട്. ഇപ്പോൾ പാസ്പോർട്ട് അത് ഉപയോഗിക്കാം. അപ്പോൾ ഒരു ID പ്രൂഫും ഒരു അഡ്രസ് പ്രൂഫും മാൻഡേറ്ററി ആണ്, ഒരു ഫോട്ടോയും മാൻഡേറ്ററി ആണ്. പിന്നെ ഇപ്പോൾ പാൻ കാർഡ് മാൻഡേറ്ററി ആയി വരുന്നുണ്ട്. ഇപ്പോൾ പാൻ കാർഡ് എല്ലാ അക്കൗണ്ട് ഓപ്പണിങ്ങിനും പാൻ കാർഡ് മാൻഡേറ്ററി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ പാൻ കാർഡ് മാൻഡേറ്ററി പ്ലസ് അഡ്രസ്സ് ഉള്ള ഒരു പ്രൂഫും ഉണ്ടെങ്കിൽ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അത് നോർമൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കറണ്ട് അക്കൗണ്ട് ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ ബിസിനസ്സിന് ഒരു പ്രൂഫ് കാണിക്കണം. അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എനി ലീഗൽ രജിസ്ട്രേഷൻ ബൈ ദ ഗവൺമെൻറ്. ഇപ്പോൾ നോർമലി അതിന് ബാങ്കുകൾ എടുക്കുന്നത് ഒന്ന് GST രജിസ്ട്രേഷൻ, രണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക്കൽ ഗവൺമെൻറ് കോർപ്പറേഷൻ ലൈസൻസ്, അല്ലെങ്കിൽ അങ്ങനത്തെ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗവൺമെൻറ് ലൈസൻസുകൾ. ഇപ്പോൾ കമ്പനിയൊക്കെ ആണെങ്കിൽ കമ്പനി ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, അതിൻ്റെ റിലേറ്റഡ് അപ്പോൾ അങ്ങനത്തെ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളാണ് അവർ ബിസിനസ്സിൻ്റെ പ്രൂഫായിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടാവണം അത് വാലിഡ് ആയിരിക്കണം, ബിസിനസ്സിൻ്റെ നെയിം ഉണ്ടാവണം, അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവണം. ഇതുണ്ടെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് പാർട്ണർഷിപ്പ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, അതിൻ്റെ മെമ്മറാൻഡം, അതിൻ്റെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ഡയറക്ടേഴ്സിൻ്റെ എല്ലാവരുടെയും ഡീറ്റെയിൽ, ഇപ്പോൾ പാർട്ണർഷിപ്പ് ആണെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡ്, അങ്ങനത്തെ ആ ബേസിക് ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുക്കേണ്ടി വരും. ഇപ്പോൾ പുതുതായിട്ട് ബിസിനസ് തുടങ്ങുന്ന പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഇപ്പോൾ കറണ്ട് അക്കൗണ്ട് തുടങ്ങുമ്പോൾ ഏറ്റവും കുറവ് മിനിമം ബാലൻസ് വേണ്ട ബാങ്ക്സ് ഏതൊക്കെയാണ്?
എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവാറുണ്ടല്ലോ. ഓക്കെ, കറണ്ട് അക്കൗണ്ട് മിനിമം ബാലൻസ് റിക്വയർമെൻറ്റ്സ് മോസ്റ്റ്ലി എല്ലാ ബാങ്കുകൾക്കും തന്നെയുണ്ട്. പക്ഷേ മിനിമം ബാലൻസ് റിക്വയർമെൻറ്റ്സ് കമ്പയർഡ് ടു മിനിമം ബാലൻസ് റിക്വയർമെൻറ്റ്സ് കുറവുണ്ടാവുന്നത് സാധാരണ നാഷണലൈസ്ഡ് ബാങ്കുകളിലായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റേറ്റ് ബാങ്ക്, ഒരു ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ഒരു കാനറ ബാങ്ക്, ഒരു യൂണിയൻ ബാങ്ക്, ഇവിടെയൊക്കെ ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് മിനിമം ബാലൻസ് റിക്വയർമെൻറ്റ് കുറവായിരിക്കും. ഐ തിങ്ക് ചില ബാങ്കുകളിൽ 0 ബാലൻസ് ആയിട്ട് തുടങ്ങാൻ പറ്റും, ചിലതിൽ 3000, ചിലതിൽ 5000 ആ റേഞ്ചൊക്കെ സാധാരണ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അതല്ലാതെ നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഫെഡറൽ ബാങ്ക്, HDFC അല്ലെങ്കിൽ ICICI ബാങ്ക്, ഇങ്ങനെയുള്ള ആക്സിസ് ബാങ്ക്, ഇങ്ങനെയുള്ള കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ സാധാരണ കുറച്ചുകൂടെ ഹയർ മിനിമം ബാലൻസ് റിക്വയർമെൻറ്റ്സ് ഉണ്ടാകും. പക്ഷേ ദേ ഓഫർ അതിനനുസരിച്ചുള്ളൊരു ഫീച്ചേഴ്സും അവർ ഓഫർ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ നാഷണലൈസ്ഡ് ബാങ്ക്സിൽ ഉള്ളതിനേക്കാൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ ഒരു ഇൻ്റർഫേസ്, ഒരു മൊബൈൽ ബാങ്കിങ് സിസ്റ്റം, ഇതൊക്കെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് വരുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കുകളിലായിരിക്കും. അപ്പം നമ്മൾ അവിടെ ഒരു മിനിമം ബാലൻസ് അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് നമുക്ക് ഇനേബിൾ ആയിട്ട് കിട്ടും. പക്ഷേ അതല്ലെങ്കിൽ നമ്മൾ ഒരു മിനിമം ബാലൻസ് കുറവാണ് നോക്കുന്നതെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫീച്ചേഴ്സ് കുറവായിരിക്കും, പക്ഷേ നമുക്ക് ഈ പറഞ്ഞ ചെറിയ എമൗണ്ടുകൾ മിനിമം ബാലൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം സാർ കംപ്ലയൻസിൻ്റെ കാര്യം പറയണ്ടേ ആദ്യം. അപ്പോൾ ഈ കോമൺ ആയിട്ടുള്ള കംപ്ലയൻസ് മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാൻ ചെറിയ ബിസിനസ്സുകാർക്ക് എന്താണ് സാറിന് പറഞ്ഞു കൊടുക്കാനുള്ളത്? ചെറിയ ബിസിനസ്സുകാർക്ക് എപ്പോഴും ഇപ്പം കംപ്ലയൻസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ അവരറിഞ്ഞിരിക്കണം എന്തൊക്കെ കംപ്ലയൻസസ് ആണ് അവർക്ക് പാലിക്കാനുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു GST രജിസ്ട്രേഷൻ എടുത്തിട്ട് GST റിട്ടേൺസ് ഫയൽ ചെയ്യാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്നത് ഒരു ഹെവി ഫൈൻ, പെനാൽറ്റി ഒക്കെയാണ് വരുന്നത്. അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് വളരെ വലുതാണ്. ഒരു ഗുഡ്സിൽ ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ 2 മാസം റിട്ടേൺ ഫയൽ ചെയ്യാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവരുടെ E-way ബില്ല് ബ്ലോക്ക് ആവും. E-way ബിൽ മീൻസ് അവർക്ക് ഗുഡ്സ് പിന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. സോ അവരുടെ ബിസിനസ് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആവും. അപ്പോൾ ലീഗൽ കംപ്ലയൻസസ് ഫോളോ ചെയ്യുക, എൻഷുർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു ബിസിനസ്മാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ അവർ എഡ്യൂക്കേറ്റഡ് ആയിരിക്കുക. എന്തൊക്കെ ലീഗൽ കംപ്ലയൻസ് ആണ് അവർ ചെയ്യേണ്ടതുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂ ഡേറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് അവർ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടത് അവർ എന്തൊക്കെ രജിസ്ട്രേഷൻസ് എടുത്തിട്ടുണ്ടോ ആ രജിസ്ട്രേഷൻസ് ലിസ്റ്റ് ചെയ്യുക. ഈ ഓരോ രജിസ്ട്രേഷൻസും എന്തൊക്കെ കംപ്ലയിൻസാണ് ഉള്ളതെന്നുള്ളത് ലിസ്റ്റ് ചെയ്യുക. ഈ ലിസ്റ്റ് ചെയ്തതിന് ശേഷം എയ്തർ ഈ ബിസിനസ്മാൻ അല്ലെങ്കിൽ അവർക്കോ അവരുടെ അക്കൗണ്ട്സ് ടീമിനോ ഇത് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവണം. ഇൻ കേസ് അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു എക്സ്പേർട്ടിനെ അത് ഔട്ട്സോഴ്സ് ചെയ്ത് ഇത് ചെയ്യുക തന്നെ വേണം. അങ്ങനെ ചെയ്താലാണ് അത് പ്രോപ്പർലി കംപ്ലൈഡ് ആയിട്ട് പോകുള്ളൂ. പ്ലസ് ഈ റിട്ടേൺസ് കാര്യങ്ങൾ ഫയൽ ചെയ്യുമ്പോൾ മിസ്റ്റേക്സും കാര്യങ്ങളും എല്ലാം ഒഴിവാക്കാൻ പറ്റും ഒരു എക്സ്പെർട്ട് കൺസൾട്ടേഷൻ ഉണ്ടെങ്കിൽ. പിന്നെ ഈ റിട്ടേൺ ഡ്യൂ ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ട്രാക്ക് ചെയ്ത് ഇത് ചെയ്തു. ഇതിനേക്കാളൊക്കെ ഉപരി ഈ കംപ്ലയിൻസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഒരു എക്സ്പേർട്ട് ഗൈഡ് ലൈൻ ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഒരു പ്രീ റിക്വസിറ്റ് ആയിട്ട് പറയുന്നത് പ്രോപ്പറായിട്ട് അക്കൗണ്ടിങ് ചെയ്യുക. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തു പോകുക. ഇപ്പോൾ ഒരു GST റിട്ടേൺ ഫയൽ ചെയ്യാൻ ഒരു ബിസിനസ്മാൻ ഒരു ടാക്സ് പ്രാക്ടീഷണറിയോ അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ എൻഗേജ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അവർക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ഡാറ്റ ഈ ബിസിനസ്സിൻ്റെ ഇൻറ്റേർണൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അവിടെ ഒരു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ റിട്ടേൺ ഫയലിംഗ് പ്രോപ്പറായിട്ട് നടക്കണമെന്നില്ല. അപ്പോൾ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് വേണ്ടത്. ഒന്നെന്ന് പറയുന്നത് എന്തൊക്കെ കംപ്ലയിൻസ് ആണെന്നുള്ളത് ഈ ബിസിനസ്മാൻ അല്ലെങ്കിൽ ഈ ബിസിനസ് എൻറ്റിറ്റി എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം. എന്തൊക്കെ കംപ്ലയിൻസ് ആണുള്ളത് അത് കണ്ടിന്യൂസ്ലി ട്രാക്ക് ചെയ്ത് പോവുക. 2 പ്രോപ്പറായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്ത് അതിൻ്റെ ഡാറ്റ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് റിട്ടേൺ ഫയലിങ്ങിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് മെയിൻലി ചെയ്യേണ്ട 2 കാര്യങ്ങൾ. ഇപ്പോൾ MSME കുറിച്ച് പറഞ്ഞപ്പം തോന്നിയൊരു കാര്യമാണ്, അതായത് ഇപ്പോൾ MSME കുറിച്ച് കുറച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ടാക്സ് ബെനിഫിറ്റ്സ് എന്താണ് അവർക്ക് കൂടുതൽ കിട്ടുന്നത്? എന്തൊക്കെയാണ് ടാക്സ് ബെനിഫിറ്റ്സ് ഇന്ത്യയിൽ MSME രജിസ്ട്രേഷനുള്ള ബിസിനസ്? ഈ MSME ബിസിനസ് എന്ന് പറയുമ്പോൾ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇതിൽ മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ MSME എന്ന് പറയുന്ന ഒരു വലിയ റേഞ്ചാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ചെറിയ റേഞ്ച് അല്ല. ഒരു 400 CR ടേൺ ഓവറിന് താഴെയുള്ള എല്ലാവരും MSMEs ആണ്.
അപ്പോൾ 400 CR എന്ന് ടേൺ ഓവർ എന്ന് പറയുന്ന ഒരു വളരെ വലിയ ഫിഗറാണ്. അതായത് നമ്മുടെ ഒരു സാധാരണ ബിസിനസ്സുകളിൽ എല്ലാത്തിലും ഒരു 90% വരെ MSMEയുടെ അണ്ടറിലേക്ക് വരും ഏകദേശം. അപ്പോൾ ഈ MSMEകൾക്കുള്ളൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇൻകം ടാക്സ് റേറ്റ് റെഡ്യൂസ്ഡ് ഇൻകം ടാക്സ് റേറ്റ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. അതാണ് ടാക്സിൽ അവർക്ക് മെയിനായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് വരുന്നത്. അപ്പോൾ ബാക്കിയുള്ള കമ്പനീസിന് ഒരു 30%ഓളം ടാക്സ് അടയ്ക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ MSMEയിലുള്ള പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിന് റെഡ്യൂസ്ഡ് ടാക്സ് റേറ്റ്സ് അടച്ചാൽ മതി. പക്ഷേ അതല്ലാതെ ഒരു ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്പെഷ്യൽ എക്സംഷൻസ്, അതിപ്പോൾ അത് സ്റ്റാർട്ടപ്പൊക്കെ ആയി രജിസ്റ്റർ ചെയ്ത് ഇന്നോവേറ്റീവ് ഐഡിയ ഒക്കെ ആണെങ്കിൽ ഉള്ള ഒരു ടാക്സ് എക്സംഷൻസ് ഉണ്ട്. പക്ഷേ അത് MSME റിലേറ്റഡ് അല്ല. അത് വരുന്നത് ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള റിലേറ്റഡ് ആണ് വരുന്നത്. MSMEകൾക്ക് ജനറലി ടാക്സ് റിലേറ്റഡ് ആയിട്ട് ഈ എക്സംഷൻസേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ടാക്സ് ബെനിഫിറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇവർക്കുള്ള ശരിക്കുള്ള ടാക്സ് ഒബ്ലിഗേഷൻസ് എന്തൊക്കെയാണ് ഈ ചെറിയ ബിസിനസ്സുകാർക്കുള്ളത്? ലൈക്ക് ഇൻകം ടാക്സിൻ്റെ കാര്യം പറഞ്ഞു, അല്ലാതെ വേറെ GST അതല്ലാതെ വേറെ എന്തെങ്കിലും ടാക്സ് ഒബ്ലിഗേഷൻസ് വരുന്നു? സ്മോൾ ബിസിനസ്സിന് സെപ്പറേറ്റ് ഒരു ടാക്സേഷൻ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. ഓൺലി തിങ് ഈസ് ഇപ്പോൾ ഉള്ള ടാക്സേഷൻ സ്ട്രക്ചറിൽ അവർക്ക് ചില വേവേഴ്സ് അല്ലെങ്കിൽ ചില എക്സംഷൻസ് കൊടുത്തിട്ടുണ്ട്, അങ്ങനെയേ ഉള്ളൂ. അപ്പോൾ എല്ലാ ബിസിനസ്സുകളും പാലിക്കേണ്ട അല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ട കുറച്ച് ടാക്സ് കംപ്ലയിൻസ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ GST, ഇൻകം ടാക്സ്, അവരുടെ ഇപ്പം ലേബർ റിലേറ്റഡ് ആണെങ്കിൽ പ്രൊഫഷൻ ടാക്സ്, അങ്ങനെ കുറച്ച് ടാക്സുകൾ എല്ലാവരും പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചെറിയ ചെറിയ എക്സംഷൻസ് ഉണ്ട്. അത് ഓരോ കാറ്റഗറിയിലും ഓരോന്നാണ് എക്സംഷൻസ് ഉള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു GST നമ്മൾ നോക്കുവാണെങ്കിൽ 20 lakhs വരെ സർവീസ് സ്ഥാപനങ്ങൾക്കും 40 lakhs വരെ ഗുഡ്സ് ട്രേഡിംഗ് സ്ഥാപനങ്ങൾക്കും എക്സംപ്റ്റ് ആണ്. അപ്പോൾ അതിന് മുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർ ആ GST രജിസ്ട്രേഷൻ എടുത്തിട്ട് അതിൻ്റെ കംപ്ലയിൻസസ് പാലിക്കണം. ഇൻകം ടാക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻകം ടാക്സ് എല്ലാവർക്കും ഇത് ചെയ്യണം. പക്ഷേ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് മാത്രം അടച്ചാൽ മതി. ബാക്കി പ്രൊഫഷൻ ടാക്സ് എന്നുള്ളത് എംപ്ലോയീസിനെ കൺസിഡർ ചെയ്തിട്ടാണ്. ഇപ്പോൾ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ആ എംപ്ലോയീസിൻ്റെ നമ്പറിനനുസരിച്ച് ലോക്കൽ ഗവൺമെൻറ് മീൻസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിലേക്ക് അടയ്ക്കേണ്ട ഒരു എമൗണ്ടാണ് പ്രൊഫഷൻ ടാക്സ് എന്ന് പറയുന്നത്. പിന്നെ ടാക്സസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ഡിപ്പെൻഡിങ് ഓൺ നേച്ചർ ഓഫ് ബിസിനസ് അവർ എത്ര വോളിയം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹയർ വോളിയൂംസ് ചെയ്യുമ്പോൾ അതിന് സർചാർജ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ സെസ് അങ്ങനെ കൂടുതൽ വരാം. അത് ബിസിനസ് ചെയ്യുന്നതനുസരിച്ചാണ് ഇത് വരുന്നത്. ഇപ്പോൾ ടാക്സ് ഒബ്ലിഗേഷൻസിന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇപ്പോൾ GST ഫയൽ ചെയ്യാനായിട്ടുള്ള ഏറ്റവും എറേഴ്സ് അധികം ഇല്ലാതെ ഏറ്റവും ബെസ്റ്റ് വേ എങ്ങനെയാണ് അത് ഫയൽ ചെയ്യാൻ പറ്റുകയെന്ന് സാറിൻ്റെ ഒപ്പീനിയനിൽ? ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ GST നമ്മൾ അല്ലെങ്കിൽ GST റിട്ടേൺ ഫയലിങ് എറർ ഫ്രീ ആയിട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എറർ ഫ്രീ ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ ഇപ്പം ഒരു ബിസിനസ്മാൻ്റെ ഒരു അക്കൗണ്ടിങ് ഒരു സെയിൽ ബിൽ റെക്കോർഡ് ചെയ്തതിലൊരു എറർ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ GST റിട്ടേൺസിൽ കയറി പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. സോ ഈ അക്കൗണ്ടിങ് റെക്കോർഡ്സ് എറർ ഫ്രീ ആവുന്നതാണ് എപ്പോഴും നമുക്ക് റിട്ടേൺ ഫയലിങ്ങിലും ഹെൽപ്പ് ചെയ്യുക. അതിന് ഏറ്റവും ആദ്യം വേണ്ടത് നമ്മൾ അക്കൗണ്ടിങ് ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് ആക്കുക, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ബേസ്ഡ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ എറേഴ്സ് ഒരു 60-70% ഓട്ടോമാറ്റിക്കലി കട്ട് ഡൗൺ ആവും. അപ്പോൾ പിന്നെയുള്ളത് ഒരു ക്രോസ് ചെക്കിങ്. നമ്മൾ എപ്പോഴും റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് പ്രോപ്പറായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുക. ആ ഫയൽ ചെയ്യുന്ന ഡാറ്റ നമ്മുടെ അക്കൗണ്ടിങ് റെക്കോർഡ്സുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇപ്പം റിട്ടേൺ ഫയൽ ചെയ്തതിന് ശേഷം നമുക്ക് ഡ്രാഫ്റ്റ് പ്രിവ്യൂ എടുക്കാൻ പറ്റും. ഫോർ GSTയുടെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ GSTയിൽ ലോഗിൻ ചെയ്തിട്ട് നമ്മൾ റിട്ടേണിൻ്റെ ഡാറ്റ അപ്ലോഡ് ചെയ്തതിന് ശേഷം അത് നമുക്ക് പ്രിവ്യൂ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ പ്രിവ്യൂ നമ്മൾ നമ്മുടെ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സുമായിട്ട് മാച്ച് ചെയ്തതിന് ശേഷം അത് ടാലി ആവുന്നുണ്ടെന്ന് എൻഷുർ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഫൈനൽ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ വൺ സബ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യുന്നതിലും നല്ലതാണ് എപ്പോഴും അത് റീചെക്ക് ചെയ്തിട്ട് ഇത് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ റിട്ടേൺസ് ഫയൽ ചെയ്യുമ്പോൾ ഇതിനെല്ലാത്തിനും പ്രോപ്പറായിട്ട് വർക്കിങ്സ് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ന് നമ്മൾ ഫയൽ ചെയ്ത ഒരു റിട്ടേണിൻ്റെ ഒരു സ്ക്രൂട്ടിനിയോ അല്ലെങ്കിൽ അതിലൊരു ക്ലാരിറ്റിക്ക് വേണ്ടി ഒരു ക്വറി വരുന്നത് മേ ബി ഒരു 2 years കഴിഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു 2 or 3 years കഴിഞ്ഞിട്ടായിരിക്കാം. അപ്പോൾ ആ സമയത്ത് ഈ പർട്ടിക്കുലർ ഇതിൻ്റെ ഡാറ്റയോ ട്രാൻസാക്ഷൻസോ നമുക്ക് ട്രാക്ക് ചെയ്തെടുക്കണമെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇത് ഓരോ മാസം നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഡാറ്റ കാര്യങ്ങളെല്ലാം നമ്മളൊരു പ്രോപ്പർ വർക്കിംഗ് ഫോർമാറ്റിലാക്കി ആ വർക്കിങ്സ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്കൊരു
ഒരു റീചെക്കിനുള്ള ഓപ്ഷൻസ് കൂടുതലാണ്. അപ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഇത്. പിന്നെ ഒരു കാര്യമുള്ളത്, നിങ്ങൾക്ക് ഇതിപ്പം ബിസിനസ്സുകാർക്ക് അവർക്ക് ഇൻറ്റേർണലി ഒരു സ്ട്രോങ് അക്കൗണ്ട്സ് ടീം ഇല്ല, ഇത് ഫയൽ ചെയ്യാനായിട്ടില്ലെങ്കിൽ എപ്പോഴും അതൊരു എക്സ്പെർട്ടിനെ ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുക്കാം. സോ അവർക്കത് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാകും, അവർ ഈ ഫീൽഡിൽ അപ്ഡേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഒരു GSTയിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച്, ഒരു റിട്ടേൺ ഫയലിങ്ങിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എപ്പോഴും അവർ അപ്ഡേറ്റഡ് ആയിരിക്കും. അപ്പോൾ അത് പെട്ടെന്ന് അവർക്ക് അഡാപ്റ്റ് ചെയ്ത് ഒരു നല്ല സർവീസ് ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും എറർ ഫ്രീ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. അവരും പ്രോപ്പർലി വർക്കിങ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഈ GST ITC ഇത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക അക്കോർഡിംഗ് ടു യു? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, അതെ. GST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മൾ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഏറ്റവും ആദ്യമേ അതിൻ്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കണം. എന്താണ് GST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞത്? അതായത് ഒരു ബിസിനസ് എൻറ്റിറ്റി ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ട് സെയിൽ ചെയ്യുവാണ്. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഈ ബിസിനസ് എൻറ്റിറ്റി ആ സപ്ലയർക്ക് അതിൻ്റെ GST കൊടുക്കുന്നുണ്ട്. ഇത് സെയിൽ ചെയ്യുമ്പോൾ ഈ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഈ GST കളക്ട് ചെയ്യുന്നുണ്ട്. സോ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന GST അത് മൊത്തം ഗവൺമെൻറ്റിൽ അടച്ചിട്ടുണ്ടെങ്കിൽ സപ്ലയർക്ക് ഓൾറെഡി ഈ എൻറ്റിറ്റി ഒരു ടാക്സ് കൊടുത്തിട്ടുണ്ട്. സോ ഒരേ പ്രോഡക്റ്റിൽ തന്നെ ഡബിൾ ടാക്സ് ആയി. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നിരിക്കുന്നത്. അതായത് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സിൽ നിന്ന് സപ്ലയർക്ക് ഓൾറെഡി കൊടുത്ത ടാക്സ് മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് മാത്രം ഈ ബിസിനസ് എൻറ്റിറ്റി ഗവൺമെൻറ്റിൽ അടച്ചാൽ മതി. അപ്പോൾ ആ സപ്ലയറുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ITC ആ ടാക്സ്, സപ്ലയർക്ക് കൊടുക്കുന്ന ആ ടാക്സാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്, ഈ മേടിക്കുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അതിനായിരിക്കണം ITC, അത് സെയിലബിൾ ആയിരിക്കണം. അപ്പോൾ അതിൽ ഓൾറെഡി ലീഗലി തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്സ് ഉണ്ട്. ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾക്ക് നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ പാടില്ല. അപ്പോൾ അതിലൊരു ഉദാഹരണമാണ്, ഒരു വെഹിക്കിൾ മേടിക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗുഡ്സ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ടല്ലാത്ത, ഇപ്പോൾ പ്രൈവറ്റ് ഒരു കാർ മേടിക്കുകയെന്ന് വിചാരിക്കും. ഇപ്പോൾ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം. പക്ഷേ അങ്ങനെ ഒരു വെഹിക്കിൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ പാടില്ല. ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സർവീസോ അല്ലെങ്കിൽ ഒരു ഗുഡ്സോ നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇൻപുട്ട് ടാക്സ് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ബിൽഡിംഗ് പണിയുവാണ്, ചിലപ്പോൾ നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു പ്ലാന്റ് പണിയുന്നതായിരിക്കും. അപ്പോൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന, ഇപ്പോൾ നമ്മൾ സ്റ്റീൽ അല്ലെങ്കിൽ ഇതൊക്കെ മേടിച്ചതിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ടാകാം. അപ്പോൾ അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇതൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഡയറക്റ്റ്ലി നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് അതിൻ്റെ ഒരു ടാക്സ് റിക്കവറി കസ്റ്റമേഴ്സിൻ്റെ നിന്ന് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് ആരൊക്കെ സപ്ലൈ ചെയ്തു എന്നുള്ളതിൻ്റെ ഡാറ്റയെല്ലാം നമ്മുടെ കയ്യിൽ പ്രോപ്പറായിട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ പിന്നീട് നമ്മൾ ഇത് ചെയ്യേണ്ടത്, റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഇപ്പം മന്ത്ലി നമുക്ക് 2 റിട്ടേൺസ് ആണുള്ളത്, GSTR 1 GSTR 3B. ഇതിൽ GSTR 3B ഫയൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇൻപുട്ട് ടാക്സിൻ്റെ ഫിഗർ നമ്മൾ കൊടുക്കേണ്ടത്. അതായത് GSTR 1 നമ്മൾ ഔട്ട്വേർഡ് സപ്ലൈ, നമ്മുടെ കസ്റ്റമേഴ്സിനുള്ള സെയിൽസ് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കും. GSTR 3Bയിൽ ഈ GSTR 1 കൊടുത്തതിൻ്റെ ഒരു സമ്മറി ആയിട്ട് ടോട്ടൽ ഇത്ര എമൗണ്ട് ടാക്സ് അടയ്ക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വരും. അതിന് എഗെയിൻസ്റ്റ് നമ്മൾ GST ഇൻപുട്ട് ക്ലെയിം കൊടുക്കണം. അപ്പോൾ ഈ GST ഇൻപുട്ട് ക്ലെയിമിൽ കൊടുക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന സപ്ലയേഴ്സ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന അവർ GSTR 1 ഫയൽ ചെയ്തിട്ടുണ്ടാവും. ആ ഡാറ്റ അനുസരിച്ചാണ് നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പാർട്ടിയുടെ കയ്യിൽ നിന്ന്, ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് ഒരു ഗുഡ്സ് മേടിച്ചു, അതിൻ്റെ ബില്ല് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഇൻപുട്ട് എടുക്കാമെന്ന് വെച്ചാൽ ഈ സപ്ലയർ നമ്മുടെ GST നമ്പറിൽ തന്നെ ഈ ബില്ല് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവണം. ഇൻ കേസ് ആ സപ്ലയർ GST റിട്ടേൺസ് ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ITC എടുക്കാനുള്ള എലിജിബിലിറ്റി ഇല്ല. അപ്പോൾ ഇത് ട്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എല്ലാ മാസവും റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുന്നേ ഈ ITC ഡീറ്റെയിൽ സപ്ലയേഴ്സുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ GST പോർട്ടലിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ GSTR 2B എന്നുള്ളൊരു ഡാറ്റാബേസ് കാണാൻ പറ്റും. അതിൽ നമുക്ക് സപ്ലയേഴ്സ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ബിൽസിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. സോ ഒരു മാസത്തെ നമ്മുടെ പർച്ചേസ് അല്ലെങ്കിൽ എലിജിബിൾ ഇൻപുട്ട് എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത് ആ ബിൽസ് എല്ലാം നമ്മുടെ സപ്ലയേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. ഇൻ കേസ് അത് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ സപ്ലയേഴ്സുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് ചെയ്യണം.
ഇപ്പോൾ ഗവൺമെൻറ് ഇൻഡയറക്ട്ലി സേസ് ഈസ് ഈ കംപ്ലയിൻസ് നമ്മൾ വഴി എൻഷുർ ചെയ്യുകയാണ്. അതായത് സപ്ലയർ അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്ന് നമ്മളെ കൊണ്ട് എൻഷുർ ചെയ്യിക്കുകയാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ് പറയുന്നു സപ്ലയർ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ യു ആർ നോട്ട് എലിജിബിൾ ടു ഗെറ്റ് ദ ITC. സോ അത് നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ സപ്ലയറെ കൊണ്ട് ഫയൽ ചെയ്യിപ്പിക്കണം. അപ്പോൾ ഗവൺമെൻറ് ഓൾസോ തിങ്സ് ദാറ്റ് സപ്ലയർ ഫയൽ ചെയ്താലേ ഗവൺമെൻറ്റിന് ആ ടാക്സ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഒരു ITC മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. സോ അത് നമ്മൾ ട്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രോപ്പർലി ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഓരോ മാസം വന്നത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു നല്ല അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് റീകൺസിലേഷൻ ചെയ്യാവുന്ന ഓപ്ഷൻസൊക്കെ ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. അപ്പോൾ അത് വലിയ ഹ്യൂജ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഓട്ടോമാറ്റിക് റീകൺസിലേഷൻ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്ത് പോകാൻ പറ്റും.